ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലായിരുന്നു എന്നാണ് ഓർമ്മ. അതിൽ വെസ്റ്റ് ഇൻഡീസ് താരം യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ 50-55 പന്തിൽ സെഞ്ചുറി അടിക്കുന്നു. അന്ന് രാത്രി സഹീർ ഖാൻ എനിക്കൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. വിശ്രമിക്കാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി എന്ന അർത്ഥമായിരുന്നു ആ മെസ്സേജിലുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ കപ്പ് നേടിയപ്പോൾ സഹീർ ഖാൻ വീണ്ടും എനിക്ക് ഒരു മെസ്സേജ് കൂടി അയക്കുകയുണ്ടായി. വിശ്രമിക്കാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയെന്നായിരുന്നു ആ മെസ്സേജിലുണ്ടായിരുന്നത്. 2007 നടന്ന പ്രഥമ ലോകകപ്പിൽ മുതിർന്ന താരങ്ങളായ സച്ചിൻ, ദ്രാവിഡ് എന്നിവർ നായക പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് മഹേന്ദ്ര സിംഗ് ധോണിക്ക് സെലക്ടർമാരുടെ നറുക്കു വീഴുന്നത്. കൂടാതെ സച്ചിൻ അടക്കമുള്ള താരങ്ങളുടെ പിന്തുണയും ധോണിക്കുണ്ടായിരുന്നു. ക്യാപ്റ്റനായ ആദ്യ ICC ടൂർണമെന്റിൽ തന്നെ ടീമിന് കിരീടം നേടിക്കൊടുത്ത ധോണി പിന്നീട് 2011 ഏകദിന ലോകകപ്പും ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ചരിത്രമാണ്. യുവരാജ് സിംഗ് ഒരിക്കലും സംഭവിക്കാതെ പോയ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പദവിയെക്കുറിച്ചും പിന്നീട് മനസ്സ് തുറന്നത് ഇങ്ങനെയാണ്. ആദ്യ 2020 ലോകകപ്പിൽ മുതിർന്ന താരങ്ങളുടെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ തനിക്ക് അവസരം ലഭിക്കുമെന്ന് യുവരാജ് സിംഗ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ധോണിയെയാണ് ക്യാപ്റ്റനാക്കിയത്. ആഗ്രഹിച്ച ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാതെ പോയെങ്കിലും മഹേന്ദ്ര സിംഗ് ധോണിയുമായുള്ള ബന്ധത്തെ ഇതൊരിക്കലും ബാധിച്ചിരുന്നില്ല. ക്യാപ്റ്റനായി ആര് വന്നാലും അവർക്ക് ഉറച്ച പിന്തുണ നൽകുക എന്നതാണ് സഹതാരങ്ങളുടെ ഉത്തരവാദിത്തം. അത് ദ്രാവിഡോ ഗാംഗുലിയോ മറ്റ് ആരെങ്കിലും ആയാലും അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് യഥാർത്ഥ കളിക്കാരൻ ചെയ്യേണ്ടത്. താനും അന്ന് അങ്ങനെയാണ് ചെയ്തത് എന്നാണ് യുവരാജ് ഈ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള വർഷമായിരുന്നു 2007 എന്ന് നമുക്കറിയാം. 2007 ഒരു പാതി ഇന്ത്യൻ ക്രിക്കറ്റിന് ദുരന്തമായിരുന്നെങ്കിൽ മറ്റൊരു പാതി സൗഭാഗ്യമായിരുന്നു. ആ വർഷത്തെ ഏകദിന ലോകകപ്പ് ദുരന്തം ഇന്ത്യൻ ആരാധകർ ഇപ്പോഴും മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളാണ്. അന്നത്തെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അന്ന് പുറത്താവുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിനോട് ഏറ്റ തോൽവി ഇന്ത്യൻ സംഘത്തിന്റെ വിധി എഴുതുകയായിരുന്നു അന്ന്. എന്നാൽ ഏകദിന ലോകകപ്പ് തോൽവിയുടെ നാണക്കേടിന് ശേഷം അതേ വർഷം നടന്ന പ്രഥമ 2020 ലോകകപ്പ് നേടി ഇന്ത്യൻ സംഘം മറ്റൊരു പാതി സൗഭാഗ്യവും കൊണ്ടുവരികയുണ്ടായി അന്ന് 2007. 2020 ലോകകപ്പിന് ഇന്ത്യ അവകാശികളാകുന്നു. ഇന്ത്യക്ക് ഇനിയും പകരക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു താരമായി യുവരാജ് സിംഗ് മാറുന്നു. യുവി എന്ന് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ഈ ഇടംകൈയിനെ അടയാളപ്പെടുത്താൻ നിരവധി മത്സരങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. യുവിയുടെ ബാറ്റ് സംഹാര രൂപം പൂണ്ട നിരവധി അവസരങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഓസീസ് മണ്ണിൽ പൊരുതി നേടിയ സെഞ്ചുറിയും നാറ്റ്വസ് ട്രോഫി വിജയവും ക്യാൻസറിനെ അടുക്കി പിടിച്ചുകൊണ്ട് 2011 ലോകകപ്പിൽ അദ്ദേഹം നടത്തിയ പ്രകടനവുമെല്ലാം മനസ്സിലെത്തുമെങ്കിലും ആ പോരാളിയുടെ ചിത്രം കാണുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക സ്റ്റുവർട്ട് ബ്രോഡിനെ പഞ്ഞിക്കിട്ട 2007 2020 ലോകകപ്പിലെ ആ ഓവറാണ്. യുവി ആറാടിയ ആ 6 പന്തുകൾ വെറും 12 പന്തിൽ അന്ന് യുവരാജ് സിംഗ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയുണ്ടായി. ഒപ്പം വേഗത്തിൽ 50 തികച്ച റെക്കോർഡും അദ്ദേഹം അന്ന് നേടുകയുണ്ടായി. ഇന്നും ആ റെക്കോർഡ് യുവിയുടെ പേരിൽ തന്നെയുണ്ട്. T20 ലോകകപ്പിലെ ഏറ്റവും വലിയ ഓർമ്മയായി ഇന്നും ആ പ്രകടനം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചു വരും.